ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാനും തോന്നിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് ദിവസമായി ഈ കാര്യം പ്ലാൻ ചെയ്തിട്ട്. എന്നാൽ ശരി പോവാം എന്ന് വിചാരിച്ചു. ഞാൻ ഒരുങ്ങി സെറ്റായി. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട പൊട്ടും കമ്മലും പിന്നെ ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു വള വാങ്ങി. ആ വള എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ വള ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോകാൻ പോകുന്നത്. അതെൻ്റെ കുറച്ച് മണായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെന്താ, ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് സെറ്റായപ്പം എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ആഹാ, കേരളത്തനിമ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ പോവാണ്. ഇതാണ് എൻ്റെ ലുക്ക്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായിന്ന്. പിന്നെ ഞാൻ വളയുടെ സൗന്ദര്യം, എൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം, കുറച്ചധികം ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ട്. അധികം എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല, എന്നാലും ഇച്ചിരി നടക്കണം. അങ്ങനെ ഫൈനലി ഞാൻ അമ്പലത്തിലെത്തി. ഇതാണ് നമ്മുടെ കുട്ടത്തി അമ്പലം. തൊഴുതിറങ്ങി ചന്ദനം തൊട്ടു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്പം വെള്ളപ്പൂവ് കിട്ടിയാൽ നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം സഫലമാകും എന്നുള്ളൊരു സാധനം കൃഷ്ണേച്ചിയാണിത് ആദ്യമായിട്ട് പറഞ്ഞത് കേട്ടോ. നമ്മൾ അവിടെ കാലടിയുള്ളൊരു മറ്റൂരുള്ളൊരു അമ്പലത്തിൽ പോയപ്പോൾ കൃഷ്ണേച്ചിയാണ് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമുക്കിങ്ങനെ ഒരു വെള്ളപ്പൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളപ്പൂവ് അങ്ങനെ ഒരു ഇതുണ്ടെന്നല്ല, പക്ഷെ വെള്ളപ്പൂവ് കാണുമ്പോൾ ഞാനിങ്ങനെ കൃഷ്ണേച്ചി പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ ഓർക്കും. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതൊക്കെ നടക്കട്ടെ. ഓക്കെ, അപ്പം എന്താ പറയുക, നല്ലൊരു മോർണിംഗ്. ആക്ച്വലി രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, നമ്മളിങ്ങനെ നടന്ന് അമ്പലത്തിൽ വരുന്നു, തൊഴുകുന്നു, കുറച്ച് നേരം നമ്മളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നു. ഭയങ്കര നല്ല രസം ചേട്ടാ. ആക്ച്വലി ഈ വള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഞാൻ ആദ്യം കുറേ ആയി ഞാൻ അങ്ങനെ കുപ്പികളൊന്നും വാങ്ങാറില്ല, എന്തോ ഒരു ഭ്രാന്ത് തോന്നി ഭയങ്കര. തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഞാൻ ആകെ വിയർത്ത് കുളിച്ചു ഗൈസ്. ഇനി എന്തെങ്കിലും കഴിക്കണം. ബുക്കാറോ ചെല്ലക്കുട്ടി, ബുക്കാറോ. മമ്മി വിശക്കണോ? ഞാൻ ആക്ച്വലി ഇന്നൊരു 5:45 ആയപ്പോഴത്തേനും ഞാൻ എണീറ്റിട്ടുണ്ട്. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, 6 മണിക്ക് ക്ലാസ് എടുക്കാണ്ടായിരുന്നു. അപ്പം നേരത്തെ എണീറ്റു, ക്ലാസ് എടുത്തു 1 മണിക്കൂർ. പിന്നെ ഞാൻ കുറച്ച് നേരം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിച്ച് ചെയ്യാൻ കിടന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കുളിച്ച് പോയി വന്നു. ഇപ്പം ഏറെക്കുറെ 9 മണിയായി. പിന്നെ വിശക്കാതിരിക്കൂ അമ്മ. ഗുപ്തന് ചായ ഊതി കുടിക്കുന്നതായിരുന്നു ഇഷ്ടം. ഞാൻ ഗുപ്തൻ്റെ ടീമാണ്. അമ്മേൻ്റെ കൈയാണ് കഴിച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദോശ ചമ്മന്തി, തക്കാളി ചമ്മന്തി ആണോ